നമ്മൾ നോക്കുന്നത് NCERT ചാപ്റ്റർ 4 വാട്ട് ബുക്സ് ആൻഡ് ബറിയൽസ് ടെൽസ് us എന്നുള്ളതാണ്. അപ്പോൾ ബുക്കുകളിൽ നിന്നും ബറിയൽ സൈറ്റ്സിൽ നിന്നും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്? ഹിസ്റ്റോറിയൻസ് അഥവാ ആർക്കിയോളജിസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബുക്സും ബറിയൽ സൈറ്റ്സിൽ നിന്നും ഒരുപാട് എവിഡൻസസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യമേ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബുക്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് എന്തിലേക്കൊക്കെ അതിൽ നിന്ന് നമുക്ക് വെളിച്ചം കിട്ടിയ അല്ലെങ്കിൽ അത് വെളിച്ചം വീശിയത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ലിറ്റററി സോഴ്സായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് വേദങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വേദങ്ങൾ 4 എണ്ണമാണുള്ളത്. ഋഗ്വേദമുണ്ട്, സാമവേദമുണ്ട്, യജുർവേദമുണ്ട്, അഥർവവേദമുണ്ട്. അപ്പോൾ ഈ 4 വേദങ്ങളിൽ ഏറ്റവും ഓൾഡസ്റ്റ് വേദ എന്ന് നമ്മൾ പറയുന്നത് ഋഗ്വേദയാണ്. ഋഗ്വേദ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപാണ് ഋഗ്വേദ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് 1000-ലധികം ഹിമൻസാണ് ഉള്ളത്. ഹിമൻസ് അഥവാ സൂക്തങ്ങളാണ് ഉള്ളത്. ഈ ഹിമൻസ് അഥവാ സൂക്ത എന്നുള്ളതിൻ്റെ മീനിങ് വെൽ സെഡ് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 1024 സംതിങ്, എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് പറഞ്ഞാൽ 1024 സംതിങ് ഹിമൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ സൂക്തങ്ങളെല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ദേവന്മാരെയും ദേവതകളെയൊക്കെ സ്തുതിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ദേവന്മാരെയും ദേവതകളെയും സ്തുതിച്ചുകൊണ്ടാണ് ഈ വേദങ്ങൾ കമ്പോസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഋഗ്വേദ കമ്പോസ് ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടിയും ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് 3 ദേവന്മാർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് അഗ്നി, രണ്ടാമത്തത് ഇന്ദ്ര, മൂന്നാമത്തത് സോമ. ഇതിൻ്റെ അകത്ത് അഗ്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ് ഓഫ് ഫയർ ആണ്. ഇന്ദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാരിയർ ഗോഡ്, അതായത് യുദ്ധം റിലേറ്റഡ് ആയിട്ടുള്ള ദേവൻ. പിന്നെ സോമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ആണ്. അത് നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ 3 ദേവന്മാർക്കുമാണ് ഋഗ്വേദത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി ഋഗ്വേദത്തിലുള്ള ഈ ഹിമൻസ് കമ്പോസ് ചെയ്തത് ആരാണ്? സേജസ് അഥവാ നമ്മുടെ ഋഷിമാരാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിലെ ഹിമൻസ് എല്ലാം കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്ന പോലെ എഴുതി വായിച്ച് അങ്ങനെ ആ ഒരു രീതിയിലല്ല. അന്ന് ഇത് ഹിമൻസ് എന്ത് ചെയ്യുവാണ്, റിസൈറ്റ് ചെയ്ത് ചൊല്ലിക്കൊടുത്ത് അത് കേട്ട് പഠിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി മിക്ക ഹിമൻസും കമ്പോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ളതും മെന്നാണ്. പക്ഷേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സൂക്തങ്ങൾ സ്ത്രീകളും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പോസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്ത്രീകളും കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഗ്വേദ രചിച്ചിട്ടുള്ളത് സാൻസ്ക്രിറ്റ് ഭാഷയിലാണ്. അപ്പോൾ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിൽപ്പെട്ട ഒരു ലാംഗ്വേജാണ് സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി, സിന്ധി ഇതുപോലുള്ള ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഏഷ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള പേർഷ്യൻ ഭാഷ, അതുപോലെ തന്നെ യൂറോപ്യൻ ലാംഗ്വേജസ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, സ്പാനിഷ് ഇതും നമ്മുടെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നതാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാൻസ്ക്രിറ്റിൽ മാത് എന്ന് പറയും, അപ്പോൾ ഹിന്ദിയിലും മാ എന്ന് പറയും, ഇംഗ്ലീഷിലും മദർ എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ ഒരു സിമിലാരിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ തന്നെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി മാത്രമല്ല, വേറെ പല ലാംഗ്വേജ് ഫാമിലിയും ഉണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റോ ബർമൻ ലാംഗ്വേജ് ഫാമിലിയിൽ പെട്ടതാണ്.
പിന്നെ നമ്മുടെ തമിഴ്, തെലുഗു, കന്നഡ, മലയാളം ഇതൊക്കെ ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലിയിൽ വരുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാർഖണ്ഡിൽ സംസാരിക്കുന്ന കുറച്ച് ഭാഷ, അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ സെൻട്രൽ ഇന്ത്യയിലെ കുറച്ച് ഭാഗങ്ങളിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ലാംഗ്വേജ് ഫാമിലി എന്ന് പറയുമ്പോൾ ഇൻഡോ യൂറോപ്യൻ ഉണ്ട്, ടിബറ്റോ ബർമൻ ലാംഗ്വേജ് ഫാമിലി ഉണ്ട്, ദ്രവീഡിയൻ ലാംഗ്വേജ് ഫാമിലി ഉണ്ട്, ഓസ്ട്രോ ഏഷ്യാറ്റിക് ലാംഗ്വേജ് ഫാമിലി ഉണ്ട്. അതിൻ്റെ അകത്ത് സാൻസ്ക്രിറ്റ് വരുന്നത് ഇൻഡോ യൂറോപ്യൻ ആണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഇതൊക്കെ വരുന്നത് ദ്രവീഡിയനിലാണ്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ളത് ടിബറ്റോ ബർമൻ ഇതിൻ്റെ വരും. പിന്നെ നമ്മുടെ സെൻട്രൽ ഇന്ത്യയിലെ കുറച്ച് പ്രദേശങ്ങൾ, അതുപോലെ തന്നെ ജാർഖണ്ഡിലുള്ള ഇതൊക്കെ സംസാരിക്കുന്ന ഓസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽപ്പെട്ട ഭാഷയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഋഗ്വേദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊല്ലി കേട്ട് പഠിക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഏകദേശം ഒരു 200 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ ഋഗ്വേദ പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ടും. ഇനി നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് ഋഗ്വേദ പഠിച്ചത്. അപ്പോൾ നമ്മൾ ആർക്കിയോളജിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്റോറിയൻസും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാസ്റ്റിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺ സോഴ്സസ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഗ്വേദയിലെ പല ഹിമൻസും ഡയലോഗ്സിൻ്റെ ഫോമിലാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒരു ഹിമൻ തന്നിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാമിത്ര എന്ന് പറഞ്ഞിട്ടുള്ള മഹർഷി 2 നദികൾ ബിയാസും സത്ലജ് നദിയായിട്ട് നടത്തുന്ന ഒരു ഡയലോഗാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ബിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള നദിയും സത്ലജ് എന്നുള്ള നദിയെയും ഗോഡസസ് ആയിട്ടാണ്, ദേവതമാരായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോഴേക്കും ഇത് വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്, അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, പിന്നെ സരസ്വതി നദിയെ പറ്റിയിട്ടൊക്കെ ഈ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗംഗാ നദിയെക്കുറിച്ചും യമുനാ നദിയെക്കുറിച്ചും ഇടത്ത് മാത്രമേ പരാമർശിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഋഗ്വേദ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഋഗ്വേദയിലുള്ള പല പ്രേയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റലിന് വേണ്ടിയിട്ടും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ്, പിന്നെ ഹോഴ്സസിന് വേണ്ടിയിട്ടും. അതിൻ്റെ കുട്ടികളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പുത്രലബ്ധിക്ക് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ പ്രാർത്ഥനകൾ. അതായത് പുത്രന്മാർ ഉണ്ടായാൽ മോക്ഷം ലഭിക്കും, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ നമുക്ക് നോക്കണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത് ഹോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ബാറ്റിൽസിലാണ്, യുദ്ധങ്ങളിലാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് രഥത്തിൽ ഈ കുതിരയെ കെട്ടി എന്ത് ചെയ്തിരുന്നു, യുദ്ധം നടത്തിയിരുന്നു. അത് പ്രധാനമായിട്ടും യുദ്ധം നടത്തിയിരുന്നത് കാറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതായത് കന്നുകാലികളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ കാറ്റിൽസിന് വെൽത്തായിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇനി കാറ്റലിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നോ ഇവർ യുദ്ധം ചെയ്തിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ല എന്ന് പറയാനായിരിക്കും പറ്റുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലാൻഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റലിനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മേച്ചിൽപ്പുറങ്ങൾ വേണമല്ലോ. പിന്നെ അതുപോലെ തന്നെ ക്രോപ്സൊക്കെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇവർക്ക് ലാൻഡ് അത്യാവശ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ ലാൻഡിന് വേണ്ടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ബാറ്റിൽസ് വെള്ളത്തിന് വേണ്ടിയിട്ടും പിന്നെ ആളുകളെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, യുദ്ധം നടത്തിയിട്ടുണ്ട്. പിന്നെ ഇവർ ഈ യുദ്ധം ചെയ്ത് കിട്ടുന്ന ഈ ഒരു കാറ്റിൽ വെൽത്തായിരുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ഇത് സൂക്ഷിക്കുന്നത് ലീഡേഴ്സ് ആയിരിക്കും. പിന്നെ ഇവർക്ക് കിട്ടുന്ന ഇതിൽ തന്നെ ഈ വെൽത്തിൻ്റെ കുറച്ച് ഭാഗം ഇവരെന്ത് ചെയ്യും, പുരോഹിതന്മാർക്ക് അഥവാ പ്രീസ്റ്റിന് കൊടുക്കും. ഈ ലീഡേഴ്സും പ്രീസ്റ്റും എടുത്തതിൻ്റെ മിച്ചമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആളുകൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ ചില വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, യജ്ഞങ്ങൾക്ക് അല്ലെങ്കിൽ സാക്രിഫൈസസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. അതായത് തീയിലേക്കിട്ട് ദൈവത്തിന് ഓഫറിങ്സ് ആയിട്ടൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ദേവന്മാർക്കും ദേവതകൾക്കും ആയിട്ടാണ്. ഇനി ഓഫറിങ്സിൻ്റെ അകത്ത് തന്നെ കാറ്റൽസിന് മാത്രമല്ല നെയ്യ്, ധാന്യം അതുപോലെയുള്ള കാര്യങ്ങൾ കൂടി ഓഫറിങ്സ് ആയിട്ട് ദൈവങ്ങൾക്ക് കൊടുത്തിരുന്നേച്ചു. പിന്നെ
നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിസിൻ്റെ അകത്ത് മെയിനായിട്ടും മെന്നായിരുന്നു പങ്കെടുത്തിരുന്നേച്ചത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ ഒരു റെഗുലർ ആർമിയൊക്കെ ഉള്ള ഒരു ബാറ്റിലായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഒരു റെഗുലർ ആർമി ഒന്നും ഇല്ല. പക്ഷേ അവിടെ എന്താണ്, ചില അസംബ്ലീസ് അവർ നടത്തുക, അതായത് ആളുകൾ ഒരിടത്ത് വന്ന് മീറ്റ് ചെയ്യും, അവർ യുദ്ധത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, എങ്ങനെയായിരിക്കണം സമാധാനം ഉറപ്പുവരുത്താൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവർ ഒരു ഗ്യാതറിങ് പോലെ നിന്നിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ എന്താണ്, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ആൾക്കാരെ, പോരാളികളെയാണ് ഇവർ ലീഡേഴ്സായിട്ട് ചൂസ് ചെയ്തിരുന്നേച്ചത്. ഇന്നത്തെ പോലെ നമ്മൾ നോക്കുക ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. സ്കിൽഫുള്ളായിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ആരാണോ അവരായിരിക്കും ലീഡർ എന്ന് പറയുന്നത്. ഇനി ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പല വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഋഗ്വേദയിൽ തന്നെ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഒന്നാമത്തേതാണ് ബ്രാഹ്മിൻസ്. ബ്രാഹ്മിൻസിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരെന്നാണ് മീനിങ്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, പല റിച്വൽസൊക്കെ എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് രാജാസാണ്, രാജാക്കന്മാരെന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലീഡർ, ആ ഒരു രീതിയിലുള്ള ആൾ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നല്ല പാലസും ക്യാപിറ്റൽ സിറ്റിയും അല്ലെങ്കിൽ എന്താണ് ടാക്സൊക്കെ കളക്ട് ചെയ്യുന്ന രീതി, നല്ല ആർമിയൊക്കെ ഉള്ള അങ്ങനെയുള്ള ഒരു രാജാവല്ലായിരുന്നു ഋഗ്വേദ കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഹെറിഡിറ്ററി സസഷൻ, അതായത് അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിലും മകൻ രാജാവാകുക, അങ്ങനെയുള്ള ഇതൊന്നും ഋഗ്വേദിക് പീരീഡിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ ആരാണോ ബ്രേവ്, ആരാണോ വളരെ സ്കിൽഫുള്ളായിട്ടുള്ളൊരു വാരിയറായിട്ട് നിൽക്കുന്നത്, അയാളായിരിക്കും എന്ത്, രാജാവായിട്ട് വരുന്നത്. പിന്നെ ആളുകളെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്, ജനയും വിഷും. ജന അഥവാ വിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ നമ്മൾ പറയുന്നതാണ് ജന അഥവാ വിഷ് എന്ന് പറയുന്നത്. ഈ വിഷ് എന്നുള്ള വാക്കിൽ നിന്നാണ് നമ്മൾ വൈശ്യ എന്നുള്ള വാക്ക് വരുന്നത്. പിന്നെ പല ജന അഥവാ വിഷിനെ അവരുടെ പേര് കൂട്ടി നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുരുജന അല്ലെങ്കിൽ പുരുവിഷ്, ഭരതജന അല്ലെങ്കിൽ ഭരതവിഷ്, യദുജന യദുവിഷ് എന്നൊക്കെ പറയാറുണ്ട്. ഇനി ചില സമയങ്ങളിൽ ഈ ഋഗ്വേദത്തിലെ ഹിമൻസ് അഥവാ സൂക്തങ്ങളെ കമ്പോസ് ചെയ്തവർ അവരെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ് ആര്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആര്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, പീപ്പിൾ ഹു കമ്പോസ്ഡ് ദ ഹിമൻസ്, അതായത് സൂക്തങ്ങൾ രചിച്ച ആൾക്കാരെയാണ് നമ്മൾ ആര്യാസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒപ്പോണൻസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ദാസാസ് അഥവാ ദസ്യൂസ് എന്ന് പറയുന്നത്. അവരവരുടെ ഒപ്പോണൻസിനെ പറഞ്ഞിരുന്നതാണ് ദാസാസ് അഥവാ ദസ്യൂസ് എന്നുള്ള മീനിങ്. അപ്പോൾ ഈ ആര്യന്മാരായിരിക്കും ഈ സാക്രിഫൈസസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. ഈ ദാസാസ് അഥവാ ദസ്യൂസ് ഇവർ സാക്രിഫൈസസ് ഒന്നും പെർഫോം ചെയ്യില്ല, ഇവർ പല ഭാഷകളായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ ഈ ദാസ എന്നുള്ള ടേമാണ് പിന്നീട് സ്ലേവ് എന്നുള്ളൊരു മീനിങ്ങിലേക്ക് വരാൻ തുടങ്ങി. ആദ്യമേ ദാസാസ് അഥവാ ദസ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ചെയ്യാത്ത ആൾക്കാർ, സാക്രിഫൈസസ് ഒക്കെ ചെയ്യാത്ത ആൾക്കാർ, ഹ്യൂമൻസ് രചിക്കാത്ത ആൾക്കാർ, അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് വന്നപ്പോൾ അതിൻ്റെ ഒരു മീനിങ് സ്ലേവ് എന്നുള്ള രീതിയിലേക്ക് മാറി. ഇനി സ്ത്രീകളെ നമ്മൾ ദാസി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഈ സ്ലേവ്സ് എന്ന് പറയുമ്പോൾ സ്ത്രീകളും വരും പുരുഷന്മാരും വരും. അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈവൻ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരെ പോലും എന്താണ് സ്ലേവ്സ് എന്നായിരുന്നു പറയുന്നത്. അപ്പോൾ ഈ സ്ലേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണർ എന്ത് വർക്ക് പറയുന്നു അതെന്ത് ചെയ്യണം, ഈ സ്ലേവ്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഈ ഓണേഴ്സിന് വേണ്ടുന്ന വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്ലേവ്സിനെ ഉപയോഗിച്ചിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഋഗ്വേദ എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തത് നമ്മുടെ
സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ്. അപ്പോൾ ഋഗ്വേദ കമ്പോസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലും മറ്റു ഭാഗങ്ങളിലൊക്കെ മറ്റു കുറച്ച് ഡെവലപ്മെൻറ്റ്സ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്തത് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. സോ അവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യ, നമ്മുടെ നോർത്ത് ഈസ്റ്റ്, ഡെക്കാൻ, കാശ്മീർ ഈ പ്രദേശങ്ങളിലേക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായി എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഒരു മെഗാലിത്തിക് പീരീഡ് ആയിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ബിഗ് സ്റ്റോൺ അഥവാ ബിഗ് സ്റ്റോൺ ബോൾഡേഴ്സൊക്കെ എറക്റ്റ് ചെയ്തിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ 3000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മെഗാലിത്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് പ്രിവലൻ്റ് ആയിരുന്നത് ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ്, കാശ്മീർ ഈ പ്രദേശങ്ങളിലായിരുന്നു ഇത് പ്രിവലൻ്റ് ആയിട്ട് നിന്നയിച്ചത്. ഈ മെഗാലിത്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബിഗ് സ്റ്റോൺ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് മെഗാലിത്താണ്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റ് എന്നാണ്. പല ടൈപ്പ് മെഗാലിത്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു ടൈപ്പാണ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പോർട്ട് ഹോൾ കാണാൻ പറ്റും. അപ്പോൾ ഈ പോർട്ട് ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ആണ്. ഇപ്പോൾ ആരെങ്കിലും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഫാമിലിയിലുള്ള ആൾക്കാരെ സെയിം എടുത്ത് തന്നെ കുഴിച്ചിടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അടുത്ത ആളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു പോർട്ട് ഹോളിലൂടെ ആയിരുന്നു വന്നിരുന്നേച്ചത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെഗാലിത്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബറിയൽ സൈറ്റ്സിനെയാണ് മെഗാലിത്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മെഗാലിത്ത് ബറിയൽസ് ഇനി നമ്മുടെ സർഫേസിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അണ്ടർഗ്രൗണ്ടിൽ പോലും എന്തുണ്ടായിരുന്നു, മെഗാലിത്തിക് ബറിയൽസ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സർഫേസിലും ഉണ്ടായിരുന്നു, അണ്ടർഗ്രൗണ്ടിലും ഉണ്ടായിരുന്നു മെഗാലിത്തിക് ബറിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ ചില ആർക്കിയോളജിസ്റ്റ് സർക്കിൾ രീതിയിലുള്ള സ്റ്റോൺ ബോൾഡേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഒറ്റക്കല്ലിൽ തീർത്ത സ്റ്റോൺ ബോൾഡേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഒരു കല്ലൊക്കെ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നത് എന്താണ്, അതിൻ്റെ അടിയിൽ എന്താണ്, ബറിയൽസ് ഉണ്ട്, ശവം അടക്കിയിട്ടുണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബറിയൽസിന് എല്ലാത്തിനും ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ മരിച്ച ആൾക്കാരെ എന്താണ് പല പല ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള പോട്ട്സിലായിരുന്നു എന്ത് ചെയ്തിരുന്നേച്ചത്, അടക്കിയിരുന്നേച്ചത്. ഈ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള പോട്ട്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ട് ഏത് സമയത്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഋഗ്വേദിക് പീരീഡിൻ്റെ സമയത്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ കുറേ ടൂൾസും അയൺ കൊണ്ട് നിർമ്മിച്ച വെപ്പൺസൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ചില ഇതിൽ നമ്മൾ ഹോഴ്സസിൻ്റെ സ്കെലിറ്റൻ, ഹോഴ്സ് എക്യുപ്മെൻറ്റ്, പിന്നെ സ്റ്റോൺ കൊണ്ടും ഗോൾഡ് കൊണ്ടും നിർമ്മിച്ച ഓർണമെൻറ്റ്സൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. ഹോഴ്സ് എക്യുപ്മെൻ്റ് ഉണ്ട്, പിന്നെ ആക്സ് ഉണ്ട്, ഡാഗർ, ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡിഫറൻസസ്, അന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും സോഷ്യൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ഇപ്പോൾ മരിച്ച ആളുടെ കൂടെ എന്താണ് അയാളുടെ അസ്ഥികളും കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഒബ്ജക്ട്സുകൾ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചില ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ഒബ്ജക്ട്സ് കാണുന്നുണ്ട്. പക്ഷേ ചിലതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ അധികം ഒബ്ജക്ട്സ് ഒന്നും ഉണ്ടാകാറില്ല. അപ്പോൾ അത് കാണിക്കുന്നത് എന്താ, കൂടുതൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അയാളൊരു റിച്ച് പേഴ്സൺ ആയിരിക്കാം, കുറച്ചേ ഉള്ളെങ്കിൽ അയാൾ എന്തായിരിക്കാം, ചിലപ്പോൾ ഒരു പുവറായിട്ടുള്ള ഒരാളായിരിക്കാം എന്നുള്ളൊരു അസംഷനാണ്. അപ്പോൾ സോഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്
സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ബ്രഹ്മഗിരി. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രഹ്മഗിരി എവിടെയാണെന്നൊക്കെ കണ്ടതാണ്. ബ്രഹ്മഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഗാലിത്തിക് സൈറ്റാണെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ബ്രഹ്മഗിരിയിൽ നിന്ന് നമുക്കൊരു സ്കെൽറ്റൻ കണ്ടുകിട്ടിയിട്ടുണ്ട് കുഴിച്ചിട്ട്. അപ്പോൾ ആ സ്കെൽറ്റനോടൊപ്പം തന്നെ 33 ഗോൾഡ് ബീഡ്സും പിന്നെ 2 സ്റ്റോൺ ബീഡ്സ്, 4 കോപ്പർ ബാങ്കിൾസ്, പിന്നെ ഒരു കൊഞ്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സ്കെലിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് കുറച്ച് പോട്ട്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഫൈൻഡിങ്സ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ സ്റ്റാറ്റസിൻ്റെ അകത്ത് കുറച്ച് ഡിഫറൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആൾക്കാർക്കിടയിൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേര് റിച്ച് ആയിരുന്നു, കുറച്ച് പേര് പുവർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു, കുറച്ച് പേര് ചീഫ്സ് ആയിരുന്നു, പിന്നെ കുറച്ച് പേര് എന്താണ് അവരെ ഫോളോ ചെയ്തിരുന്നു വെച്ചാൽ ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചില സമയത്ത് ചില മെഗാലിത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്കെൽറ്റൻ കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കാം സെയിം ഫാമിലിയിൽ പെട്ട ആൾക്കാരായിരിക്കും. നമ്മൾ ഒരിടത്ത് തന്നെ ശവമടക്കം നടത്തുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ ആ രീതി അന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് സെയിം ടൈമിലല്ലായിരിക്കും മരിച്ച് പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ പോർട്ട് ഹോൾസ് ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റിൻ്റെ അകത്തുണ്ട്, അതുവഴി എന്ത് ചെയ്യുന്നു ഒരിടത്ത് തന്നെ ശവം അടക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താണ് വലിയ സ്റ്റോൺ സർക്കിൾസ് അല്ലെങ്കിൽ സ്റ്റോൺ ബോൾഡേഴ്സ് ഇതിന് ഉപരിതലത്തിലായിട്ട് വെക്കും. അപ്പോൾ അതൊരു സൈൻ പോസ്റ്റാണ്, ഇതൊരു ബറിയൽ സൈറ്റാണ്. അപ്പോൾ ഇവിടെ ഇന്ന ആൾ കുഴിച്ചിട്ടിട്ടുണ്ട്, അപ്പോൾ അടുത്ത ആൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൈനായിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡിക്കേറ്ററായിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനാംഗാവോൺ. ഇനാംഗാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇനാംഗാവ് ഒരു ഏർലിയസ്റ്റ് വില്ലേജാണ്. ഏർലിയസ്റ്റ് വില്ലേജ് നമ്മുടെ ഭീമ നദിയുടെ ട്രിബ്യൂട്ടറി ആയ ഗോത്ത് നദിയുടെ തീരത്താണ് ഇനാംഗാവോൺ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 3600-2700 വർഷങ്ങൾക്ക് ഇടയിലാണ് ഇത് ഇവിടെ ആളുകൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനാംഗാവോണിൽ അഡൽട്ടായിട്ടുള്ളവരെ ജനറലി എന്ത് ചെയ്തിരുന്നു, ഗ്രൗണ്ടിലായിരുന്നു അടക്കിയിരുന്നത്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കിടത്തി തല വടക്കോട്ട് വെച്ചിട്ടായിരുന്നു ശവം അടക്കിയിരുന്നത്. പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ തന്നെ എന്താണ് ഹൗസസിൻ്റെ അകത്ത് എന്ത് ചെയ്തിരുന്നു, ബറിയൽസ് ഉണ്ടായിരുന്നു. അതായത് ചില വെസൽസ് ഉണ്ടല്ലോ, അപ്പോൾ ആ വെസൽസിൻ്റെ അകത്ത് ഫുഡും വെള്ളമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ മരിച്ച ഇതിനോടൊപ്പം ആളോടൊപ്പം വെച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, ശവം അടക്കിയിരുന്നു. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇനാംഗാവോണിൽ തന്നെ ഒരു 5 റൂമുള്ളൊരു ഹൗസ്, അതായത് ഈ സൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു ലാർജസ്റ്റ് ഹൗസിൽ ഒന്നാണ് ഈ 5 റൂംഡ് ഹൗസ്. അപ്പോൾ അതിൻ്റെ കോർട്ട്യാർഡിൽ നിന്ന് നമുക്ക് 4 കാലുള്ള ഒരു ക്ലേ ജാർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോസ് ലെഗ്ഡ് പൊസിഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബോഡി പ്ലേസ് ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടുകിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നൊരു ഗ്രാനറി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഈ ഇനാംഗാവോണിലുള്ള ആളുകളുടെ ഒക്യുപ്പേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അവർ ആർക്കിയോളജിസ്റ്റ് ഇവിടെ നിന്ന് സീഡ്സിൻ്റെ എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് വീറ്റ്, ബാർലി, റൈസ്, പൾസസ്, മില്ലറ്റ്സ്, പീസ്, സീസം ഇതിൻ്റെയൊക്കെ സീഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ആനിമൽസിൻ്റെ ബോൺസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കട്ട് മാർക്സ് ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചിലപ്പോൾ അവരെന്തായിരിക്കും ഫുഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ക്യാറ്റിൽ, ബഫലോ, ഗോട്ട്, ഷീപ്പ്, ഡോഗ്, ഹോഴ്സ്, ആസ്, പിഗ്, സംഭാർ ഡീർ, സ്പോട്ടഡ് ഡീർ, ബ്ലാക്ക് ബെക്ക്, ആൻറ്റിലോപ്പ്, ഹെയർ, മംഗൂസ് ഇതിൻ്റെയൊക്കെ ആയിരുന്നു പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നത് ബോൺസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ കൂടാണ്ട് ബേർഡ്സിൻ്റെയും ക്രൊക്കഡൈലിൻ്റെയും ടർട്ടിലിൻ്റെയും ക്രാബിൻ്റെയും ഫിഷിൻ്റെയൊക്കെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ, ഫാമിങ്ങും ഉണ്ടായിരുന്നു, ഒപ്പം എന്താണ് റെയറിങ്ങും ആനിമൽ റെയറിങ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹണ്ടിങ് ചിലപ്പോൾ അവരുടെ ഭാഗമായിട്ടുണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഫിഷിങ്ങും ഉണ്ടായിരിക്കും, കാരണം ഫിഷിനെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഫിഷിങ് അവരുടെ ഒക്യുപ്പേഷനായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, അതായത് ബേർ, അംല, ജാമുൻ, ഡേറ്റ്സ്, ഇത് പിന്നെ പല ടൈപ്പിലുള്ള ബെറീസ് അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഗ്യാതറിങ്ങും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിങ് അറിയാമായിരുന്നു അവർക്ക്, ഫിഷിങ് അറിയാമായിരുന്നു, കാറ്റിൽ റെയറിങ് അറിയാമായിരുന്നു, പിന്നെന്താണ് ഫുഡ് ഗ്യാതറിങ്ങും അവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മളിവിടെ പറഞ്ഞു എന്താണ് ഇനാംകാവണിൽ നിന്ന് സ്കെലിറ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുട്ടികളുടെ സ്കെലിറ്റൻ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും, ചെറുതാണെന്ന് പറയാൻ പറ്റും. പക്ഷേ ചില സ്കെലിറ്റൻ ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓർണമെൻറ്റ്സ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ചില ഇതിനോടൊപ്പം ഓർണമെൻറ്റ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് അത് സ്ത്രീകളുടെ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ, അന്നത്തെ കാലത്ത് ആയാലും പുരുഷന്മാർ എന്ത് ചെയ്തിരുന്നു, ഓർണമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്കെലിറ്റൻ്റെ സെക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നോക്കുന്നത് ബോൺ സ്ട്രക്ചറാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകളുടെ ഹിപ്പ് അല്ലെങ്കിൽ പെൽവിക് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരുടേതിനേക്കാൾ ലാർജ് ആയിരിക്കും. കാരണം അവർക്ക് ചൈൽഡ് ബെയറിങ് എനേബിൾ ആകുന്നതും ഈ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ പല സ്കെലിറ്റൽ സ്റ്റഡീസിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഇതും ഐഡൻറ്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനു മുന്നേ 2000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ചരക സംഹിത രചിച്ച മെഡിസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബുക്കാണ് ചരക സംഹിത എന്ന് പറയുന്നത്. അപ്പോൾ ചരക സംഹിത രചിച്ചത് ചരകനാണ്. 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്, മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ 360 ബോൺസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ മോഡേൺ അനാറ്റമി പ്രകാരം 200 ബോൺസ് ആണ് ഉള്ളത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ബോൺസ് ഉണ്ടെന്നാണ് ചരക സംഹിതയിൽ പറയുന്നത്. മേ ബി അദ്ദേഹം എന്തായിരിക്കാം ഈ ഒരു ഇതിലേക്ക് എത്തിയത് നമ്മുടെ ടീത്തിൻ്റെയും ജോയിൻസിൻ്റെയും കാർട്ടിലേജിൻ്റെയൊക്കെ ഇതുകൂടി കൗണ്ട് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം 360 എന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ ചരക സംഹിത രചിച്ചത് ചരകയാണെന്ന് അറിയുക, അത് മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ഇതിൻ്റെ തന്നെ നമ്മൾ ഇപ്പോൾ ലെറ്റ്സ് റീകോൾ കൂടി ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് തന്നെയുള്ള ചില ഇതൊക്കെ എടുത്ത് ചോദിക്കാറുള്ളതാണ്. ഇപ്പോൾ സൂക്ത എന്നുള്ളത് നമുക്ക് വെൽ സെഡ് എന്നുള്ള ഇതിലാണ് വരുന്നത്. സൂക്ത വെൽ സെഡ് എന്നുള്ള ഇതാണ്. ചാരിയറ്റ്സ് പ്രധാനമായിട്ടും ബാറ്റിൽസിനാണ് യൂസ് ചെയ്തിരുന്നത്. എറ്റ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാക്രിഫൈസ് ആണ്. ദാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലേവ് എന്നാണ് മീനിങ്. മെഗാലിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോൺ ബോൾഡറാണ്. ഓക്കെ, കഴിഞ്ഞു. താങ്ക് യു.